എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറി ശാസ്ത്രം പറയുന്നത് പരാശക്തിയുടെ അർദ്ധനാരീശ്വര സങ്കല്പമാണ്, അല്ലെങ്കിൽ പരമശിവന്റെ അർദ്ധനാരീശ്വര സങ്കല്പമാണെന്ന് പറയുകയാണെങ്കിലും ആ പറഞ്ഞതും ശരി തന്നെയാണ്. വളരെയധികം ആളുകളുടെ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം എടുത്തു പരിശോധിച്ചാൽ, അതായത് കഷ്ടപ്പാടും ദുരിതങ്ങളുമുള്ള സമയത്ത് അതിൽ നിന്നും പെട്ടെന്നൊരു മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പരമശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളാണ്. ഇത് പറയാൻ കാരണം, ഇത് ഈ പറഞ്ഞത് പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയും ചൈതന്യ ശക്തി പുറത്തേക്ക് പ്രസരിക്കാനുള്ള കാരണം. ഇവിടെ മനസ്സ് നൊന്ത് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, അതായത് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ സ്വയം മറന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, നിസ്സംശയം പറയാം, ഭഗവാൻ ആ കാര്യങ്ങൾ ഉറപ്പായും തൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് നടത്തി തരുന്നതാണ്. ഈ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഒരു കാരണവശാലും ഭഗവാൻ കൈയൊഴിയില്ല. ഇത് വളരെയധികം ആളുകളുടെ അനുഭവത്തിൽ നിന്നെടുത്ത് പറയുന്നതാണ്. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, ഭാവത്തിൽ ഭഗവാൻ ഭക്തരുടെ സഹായത്തിനെത്തുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ച കാര്യം അത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ 70% നടന്നു കിട്ടുന്നതാണ്. ഇതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ശരി. അപ്പോൾ ഇന്നത്തെ തൊടുകുറിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യമായ നമ്മുടെ ഇവിടുത്തെ പൂജയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. 13-ാം തീയതിയിലെ പൂജ ഏവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് അതേക്കുറിച്ചിട്ട് പറയുന്നില്ല. പകരം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് രാത്രി 8 മണിക്ക് വിശേഷാൽ ഭഗവതി സേവയുണ്ട്. ഇത് 8, 9, 10 ഈ 3 ദിവസവും രാത്രി 8 മണിക്കുണ്ടായിരിക്കുന്നതാണ്. പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും നക്ഷത്രവും നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ്. ശരി. അപ്പോൾ ഇന്നത്തെ തൊടുകുറിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയാൻ കാരണം ഓരോ തൊടുകുറിയും ഓരോ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള തൊടുകുറികളാണ്. അതെന്തുകൊണ്ടെന്നാൽ, ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പല പല ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ പല പല പരീക്ഷണങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊടുകുറിയും ഈ പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലായിരിക്കും ഇവിടെ ഞാൻ തയ്യാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇന്നത്തെ തൊടുകുറിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഭഗവാനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ, ഭഗവാന്റെ കാരുണ്യത്താൽ അത് നടന്നു കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ഉടനെ തന്നെ നൽകുന്ന സന്തോഷ വാർത്തകളും സൗഭാഗ്യങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിൽ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള പരമശിവന്റെ 3 വ്യത്യസ്ത അർദ്ധനാരീശ്വര രൂപങ്ങളാണ്. ഇതിൽ നിങ്ങളുടെ മനസ്സുടക്കുന്നത് ഏതിലാണോ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തടഞ്ഞ ഒരു അർദ്ധനാരീശ്വര ചിത്രമാണ് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടചിത്രമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ പറയാൻ കാരണം, ഈ 3 ചിത്രങ്ങളിൽ ഓരോ ചിത്രത്തിലും ഞാൻ ഓരോരോ ഗണിതങ്ങൾ ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. അതുപ്രകാരമാണ് ഫലം പറയുന്നത്. അപ്പോൾ ഇവിടെ 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം ഇതിൽ നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തിരഞ്ഞെടുക്കേണ്ടതാണ്. ആരംഭിക്കാം. സമയം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രമ നമ്പർ അനുസരിച്ച് തന്നെ 1ാമത്തെ നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, ജീവിത വിജയം നിങ്ങൾ നേടാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഇനി മുതലാണ്, അതായത് ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശപൂരിതമായിട്ടുള്ളൊരു കാലം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും ശരി, ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച നേടുന്നൊരു കാലഘട്ടമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ശരി, അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ശരി, ഇവരുടെ ജീവിതത്തിലെ സ്വർഗതുല്യമായിട്ടുള്ള ഒരു സമയമാണ് വരുന്ന 2 മാസം മുതൽ 8 മാസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ പറഞ്ഞത് ഒരല്പം കൂടി സമയം വൈകും. ഒരു 1.5 വർഷം, അതായത് ഒരു 18 മാസം വരെ നിങ്ങൾക്ക് അനുഭവഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട ഒരു സുവർണ അവസരം ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ ദൈവാധീനം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന ഒരു കാലമാണ് ഈ പറഞ്ഞ 2 മാസം മുതൽ 5 മാസത്തിനുള്ളിൽ കാണുന്നത്. മാനസിക വിഷമങ്ങൾ, മറ്റ് ശാരീരിക അവശതകളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ കുറേശ്ശെയായിട്ട് മാറി മാറി 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം വളരെ പോസിറ്റീവായ രീതിയിൽ ഉടച്ചു വാർക്കുന്ന ഒരു അവസ്ഥാവിശേഷമായിരിക്കും നിങ്ങൾക്ക് സംജാതമാകുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം നിങ്ങളാൽ കഴിയുന്നത് പോലെ നൽകുക. അല്ലാതെ നിറകുടത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം വെറുതെ പാഴായി പോവുക മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ അർദ്ധനാരീശ്വര ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് രണ്ടാമത്തെ അർദ്ധനാരീശ്വര ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേവലം 15 ദിവസത്തിനുള്ളിൽ, അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്നു കിട്ടുന്നതാണ്. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് വൈകിയാൽ തന്നെ 1 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നടന്നു കിട്ടുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഗൃഹനിർമ്മാണം, കർമ്മമേഖല, ആരോഗ്യം, ഈ പറഞ്ഞ കാര്യങ്ങളുടെ പരിധിയിൽപ്പെടുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായും ഈ പറഞ്ഞ 1 മാസത്തിനുള്ളിൽ പരിപൂർണമായി നടന്നു കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഭഗവാന്റെ കാരുണ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണെങ്കിലും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ സർവ്വലോക മംഗളകാരിയായ പരമശിവനെയും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ പ്രസാദമുണ്ടായാൽ മനസ്സിന് ലഭിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ധൈര്യവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തെളിഞ്ഞ മനസ്സിനുടമയായാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൃത്യമായി തന്നെ അത് നടന്നു കിട്ടുന്നതുമാണ്. എന്നാൽ ഇവിടെ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അത് നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ചിലത് ഭഗവാൻ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നത് അതിൻ്റേതായ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പരിപൂർണതയിൽ തന്നെ ഭഗവാൻ അത് നടത്തി തരുന്നതാണ്. അതായത് അത് നടത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വൈകുന്നത്, അല്ലാതെ നിങ്ങളെ ഭഗവാൻ അവഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ്, അല്ലെങ്കിൽ കാത്തിരിപ്പാണെന്ന രീതിയിൽ കണ്ടുകൊണ്ട് സമാധാനമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, നിങ്ങളിവിടെ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനിയുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ഇത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ആര് നോക്കിയാലും ശരി, നിങ്ങൾക്കായി ഭഗവാൻ കരുതി വെച്ച ആ സൗഭാഗ്യത്തെ തടയാൻ സാധ്യമല്ല. വാസ്തവം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു തൊടുകുറി ഫലം ഈ അടുത്ത ദിവസം ഒന്നും റീഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. ഇത് പറയാൻ കാരണം അത്രയധികം ദൈവാനുഗ്രഹം സിദ്ധിച്ച ആളുകളാണ് ഈ പറഞ്ഞ 2ാം നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടും ആയാസപ്പെടാതെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ അതിശീഘ്രം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് 3ാമത്തെ ചിത്രം ഇഷ്ടചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോവുകയാണ്. വാസ്തവം പറഞ്ഞാൽ ദൈവം ഇങ്ങനൊരു ശക്തിയാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇത് പറയാൻ കാരണം, വാകേറിയ ദൈവം ഇരയും തരുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ സൃഷ്ടിച്ച ഈശ്വരൻ നിങ്ങളെ പരിപാലിക്കാനും ബാധ്യസ്ഥനാണ്. അത് ഈ വരുന്ന 41 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ പോവുകയാണ്. ഇത് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കർമ്മമേഖലയാകാം, വിവാഹ മേഖലയാകാം, അതുമല്ലെങ്കിൽ ദാമ്പത്യ പുരോഗതിയുടെ മേഖലയാകാം, ഇനിയൊരു പക്ഷേ വിദ്യാഭ്യാസ പുരോഗതിയുടെ മേഖലയും ആകാവുന്നതാണ്. പറയാൻ കാരണം, നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിത്യവും ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമൂർത്തിക്കാകില്ല. അതിന് തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രവർത്തികൾ സ്വാത്വികമായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഫലം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് പോലെ കിട്ടണമെന്നില്ല. ആരാണോ ദൈവത്തോട് തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാതികളും ദിവസവും ആവർത്തിച്ച് പറയുന്നത് അവർക്കത് പരിഹരിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ ദിവസവും ആവർത്തിച്ച് ആവശ്യപ്പെട്ടാൽ ഭഗവാൻ അത് ഉറപ്പായിട്ടും നടത്തി തരുന്നതാണ്. ഒരു പക്ഷേ അത് 100% നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും 70% നടന്നു കിട്ടുന്നതാണ്. ഇത് 100 കണക്കിനല്ല 1000 കണക്കിന് ആളുകളുടെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്.
ഇതിത്ര എടുത്തു പറയാൻ കാരണം ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രാർത്ഥിച്ചാൽ പോരാ, അവൻ്റെ ഉറച്ച വിചാരത്തിൽ നിന്നുള്ള ദൃഢവിശ്വാസം കൊണ്ട് വേണം ഈശ്വര പ്രാർത്ഥന നടത്തുവാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഫലം അവനവന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിത പാതയിൽ അടുത്ത 41 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹം ലൈഫിൽ വന്നു കിട്ടുന്നതാണ്. പുതിയ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അത് സുഹൃത്താകാം, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയാകാം, അല്ലെങ്കിൽ ഒരു ഗുരുനാഥനാകാം, അങ്ങനെ ആരുമാകാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചാൽ അത് പരിപൂർണമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായി വയ്ക്കുക. അതായത് സദ്ചിന്തകൾ മാത്രം മനസ്സിൽ നിറയ്ക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളും സ്വാത്വിക പ്രവൃത്തികളായി മാറുന്നതാണ്. അതോടുകൂടി ജീവിതം മറ്റൊരു ലെവലിലേക്ക് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ പരമശിവൻ്റെ 3 അർദ്ധനാരീശ്വര ഭാവങ്ങളിൽപ്പെട്ട തൊടുകുറി ഫലങ്ങളും പരിപൂർണമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മനക്ഷത്രവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങളും അത് മറന്നു പോകാതെ കമൻറ്റ് ബോക്സിൽ തരേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.